കാലിൽ വാരിക്കോസ് വെയിൻ്റെ പ്രശ്നമുള്ളവർ പറയുന്ന സ്ഥിരമായിട്ടുള്ള ഒരു കംപ്ലൈന്റ് എന്താണെന്നറിയോ? എത്ര ചികിത്സിച്ചിട്ടും വാരിക്കോസ് വെയിൻ മാറുന്നില്ല. ഇനി ഓപ്പറേഷൻ ചെയ്താൽ പോലും വാരിക്കോസ് വെയിൻ തിരിച്ചു വരികയാണ്. ഇതിന്റെ ഒരു പ്രധാന കാരണം വാരിക്കോസ് വെയിൻ എന്താണെന്നുള്ളതും അത് തിരിച്ചു വരാനുള്ള യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്നുള്ളതും അത് പരിഹരിക്കാൻ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നുള്ളതും ഭൂരിപക്ഷം പേർക്കും അറിയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വാരിക്കോസ് വെയിൻ എന്താണ്? കാലിൽ പുറമേക്ക് കാണുന്ന ഒരു വൃത്തികേട് മാത്രമല്ല, ചീത്ത രക്തം പോകുന്ന വെയിനുകളുടെ സ്ഥിരപ്പെട്ട ഒരു അസുഖമാണത്. ഇതിന് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയും. കാലിൽ നിന്നും ചീത്ത രക്തം മുകളിലേക്ക് കൊണ്ടുപോകുന്ന വെയിനുകളിൽ ഓരോ ഗ്യാപ്പിൽ വെച്ചിട്ട് ഓരോ സ്റ്റെപ്പുകളുണ്ട്, ഓരോ വാൽവുകളുണ്ട്. മുകളിലേക്ക് രക്തം കയറിപ്പോയ രക്തം താഴേക്ക് തിരിച്ച് ചാടാതിരിക്കാനുള്ള ഈ വാൽവുകൾ കേടുവരുന്നതാണ് യഥാർത്ഥത്തിൽ വാരിക്കോസ് വെയിൻ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. വാരിക്കോസ് വെയിൻ പ്രശ്നങ്ങൾ വിട്ടുമാറാത്തൊരു ശല്യമാവാനുള്ള ഒന്നാമത്തെ പ്രശ്നം ഗുരുത്വാകർഷണമാണ്. കാലിലെ രക്തം മുകളിലേക്ക് ഗുരുത്വാകർഷണത്തിനെതിരെ കയറിപ്പോകേണ്ടതായിട്ടുണ്ട്. താഴെ ഇതിനായിട്ടൊരു പമ്പായിട്ട് പ്രവർത്തിക്കുന്നത് കാഫ് മസിൽസ് ആണ്. നമ്മൾ നടക്കുന്ന സമയത്ത് ഈ മസിലുകൾ ഒരു തുണി പിഴിയുന്ന പോലെ വെയിനുകളെ പിഴിഞ്ഞ് രക്തം മുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പിഴിയണമെങ്കിൽ നമ്മൾ നടക്കണം. പക്ഷെ നമ്മളിൽ പലരും ഒരുപാട് നേരം നിന്നും ഇരുന്നും ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും രക്തം മുകളിലേക്ക് കയറി പോകാതെ അവിടെ കെട്ടി നിൽക്കുകയാണ്. പതുക്കെ ഈ വാൽവുകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വെയിനും വാൽവും ലൂസായിട്ട് പിന്നീട് ഒന്നിനും പറ്റാതായി മാറുകയാണ്. രാത്രി നമ്മൾ കാല് പൊക്കി വെച്ചുകൊണ്ട് മാത്രം ഈ വാൽവിന് വന്ന കേട് മാറുന്നില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ പ്രശ്നം, ഈ വാൽവുകൾക്ക് ഓട്ടോമാറ്റിക്കലി റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ് ശരീരത്തിന് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, നമുക്കിപ്പോൾ ഒരു എല്ല് പൊട്ടിയാൽ ഓട്ടോമാറ്റിക്കലി കൂടി വരുന്നുണ്ട്, തൊലി കീറിയാൽ ഓട്ടോമാറ്റിക്കലി ഉണങ്ങി വരുന്നുണ്ട്. പക്ഷേ വെയിനിലെ വാൽവുകൾ ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് ലൂസായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ശരീരത്തിന് അത് ഓട്ടോമാറ്റിക്കലി റിപ്പയർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അസുഖം ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ നിൽക്കാത്തത്. ആകെ നമുക്ക് ചെയ്യാവുന്നത് ഒരുപാട് വെയിനുകൾ കാലിലുള്ളത് കൊണ്ട് കേടുവന്ന വെയിനിലെ രക്തം നല്ല വെയിനിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വിടാൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രശ്നം, നമ്മൾ പലപ്പോഴും വാരിക്കോസ് വെയിനിൽ പൊങ്ങി നിൽക്കുന്ന ഒരു വെയിനായിരിക്കും ചികിത്സിക്കുക. പക്ഷേ ആ വെയിനിനെ ചികിത്സിച്ചുകൊണ്ട് ഉള്ളിലുള്ള മറ്റു വെയിനുകൾക്ക് ആരോഗ്യം കിട്ടുന്നില്ല. അത് പിന്നെ പതുക്കെ കേട് വരുമ്പോൾ വീണ്ടും ബൾജ് ചെയ്ത് വരികയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വാരിക്കോസ് വെയിൻ ഓപ്പറേഷൻ ചെയ്തവർക്കും പിന്നീട് വീണ്ടും മറ്റു വെയിനുകൾക്ക് ഓപ്പറേഷൻ വേണ്ടി വരുന്നത്. നാലാമത്തെ കാര്യം, ഒരുപാട് നേരം ഇരിക്കുക, നിൽക്കുക. ശരീരത്തിന്റെ അമിതവണ്ണം വാരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ശരീരത്തിന് അനക്കമില്ലായ്ക, എക്സർസൈസ് ഇല്ലായ്ക, ജലാംശം കുറയുന്ന ഡീഹൈഡ്രേഷൻ, തുടയുടെ ഭാഗമൊക്കെ ഇറുകിയ വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ ശരീരത്തിലെ ഹോർമോൺ പ്രശ്നങ്ങൾ, ഗർഭധാരണം, ഇതുപോലുള്ള ജീവിത പ്രശ്നങ്ങളും വാരിക്കോസ് വെയിൻ കൂട്ടുന്നുണ്ട്. അഞ്ചാമത്തെ പ്രശ്നം, വാരിക്കോസ് വെയിൻ്റെ തുടക്കത്തിൽ കാലിൽ ചെറിയ കടച്ചിലും അസ്വസ്ഥ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് ആരും ട്രീറ്റ്മെന്റ് എടുക്കില്ല. വെയിനുകൾ ഏറ്റവും മോശം ലൂസായി കേടുവരുന്ന സമയത്താണ് ആളുകൾ ചികിത്സയ്ക്ക് പോവുക. അതൊരു പ്രശ്നമാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം നമ്മുടെ കാഫ് മസിലുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കൂടുതൽ നേരം ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് നടക്കുക തന്നെ വേണം. നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് കാഫ് റേസുകൾ ചെയ്യാം. ഭക്ഷണം കഴിച്ചോടനെ കുറച്ച് നേരം നടക്കാൻ പോവുക. ഓരോ ദിവസവും 3 തവണ കാല് കംപ്ലീറ്റ് ആയിട്ട് പൊക്കി വെക്കുക. ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക്. നല്ല ഹൈ ക്വാളിറ്റി കംപ്രഷൻ സ്റ്റോക്കിങ്ങുകൾ ധരിക്കുക. പ്രത്യേകിച്ച് കുറേ നേരം നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ ഓരോ 6 മാസം കൂടുമ്പോഴും ഈ സ്റ്റോക്കിങ് മാറ്റിക്കൊണ്ടേയിരിക്കണം. കാരണം അതിന്റെ ഇലാസ്റ്റികത പോയിട്ടുണ്ടാവും. വെയിറ്റ് ഉള്ള ആളുകൾ വെയിറ്റ് കുറയ്ക്കന്നെ വേണം. നന്നായിട്ട് വെള്ളം കുടിക്കുക. ചുരുങ്ങിയത് 8 ഗ്ലാസ്സെങ്കിലും. തുടക്കത്തിൽ തന്നെ ചികിത്സ തേടുക. ഇതിന്റെ ചികിത്സ ഒരു പെർമനന്റ് ക്യൂർ ആണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. ഇത് പലപ്പോഴും വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പല ആളുകൾക്കും.